2024 കീം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദി നമ്പർ ഓഫ് ആംഗുലർ ആൻഡ് റേഡിയൽ നോട്ട്സ് പ്രസൻറ്റ് ഇൻ 4D ഓർബിറ്റൽസ് ആർ റെസ്പെക്റ്റീവ്ലി. 4D ഓർബിറ്റൽസിലെ ആംഗുലർ നോട്ട്സിൻ്റെയും റേഡിയൽ നോട്ട്സിൻ്റെയും എണ്ണം എത്രയാണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ആംഗുലർ നോട്ട്സ് 2 എണ്ണവും റേഡിയൽ നോട്ട്സ് 1 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഒരു ഓർബിറ്റലിൻ്റെ ആംഗുലർ നോട്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലിന് ഈക്വൽ ആണ്. എൽ എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ക്വാണ്ടം നമ്പർ. ഇനി റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് n-l-1 ചെയ്യണം. ഇതിൽ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l എന്ന് പറയുന്നത് അസിമെട്രിക് ക്വാണ്ടം നമ്പർ. ഇനി ടോട്ടൽ നോട്ട്സ് കണ്ടുപിടിക്കാനോ n-1 ചെയ്താൽ മതി. അപ്പോൾ ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും ടോട്ടൽ നോട്ട്സും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 4D ഓർബിറ്റലാണ്. അപ്പോൾ 4D ഓർബിറ്റലിൻ്റെ n = 4 ആണ്. n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഏതാണോ ഷെല്ല് ആ ഷെൽ നമ്പറാണ് n. ഇനി l = 2. അതെങ്ങനെ കണ്ടുപിടിക്കും? s ഓർബിറ്റലാണെങ്കിൽ 0, p ഓർബിറ്റലാണെങ്കിൽ 1, d ഓർബിറ്റലാണെങ്കിൽ 2, f ഓർബിറ്റലാണെങ്കിൽ 3. അപ്പോൾ ഇവിടെ d ഓർബിറ്റലാണ്, അതുകൊണ്ട് l = 2. ഇനി ആംഗുലർ നോഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആംഗുലർ നോഡ് എന്ന് പറഞ്ഞാൽ l തന്നെയാണ്. l എത്രയാണ്? 2. ഇനി റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാൻ എന്താണ്? n-l-1 ആണ്. അപ്പോൾ n എത്രയാണ്? 4l2 ആണ്. 4 - 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആംഗുലർ നോട്ട്സിൻ്റെ എണ്ണം 2 ആണ്, റേഡിയൽ നോട്ട്സിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ നമുക്ക് 2 എക്സാമ്പിൾസ് കൂടി നോക്കാം. 3D ഓർബിറ്റലിൻ്റെ n = 3 ആണ്, l = 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസിൽ കൊടുക്കുമ്പോൾ റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n-l-1. അപ്പോൾ 3 - 2 - 1 എന്ന് പറയുമ്പോൾ എന്തായി? 0 ആയി. റേഡിയൽ നോട്ട്സ് ഇല്ല. ആംഗുലർ നോട്ട്സ് l തന്നെയാണ്, അപ്പോൾ 2. ടോട്ടൽ നോട്ട്സ് എന്ന് പറയുന്നത് n-1. അപ്പോൾ 3 - 1 ദാറ്റ് ഈസ് 2. ഇനി 4f ഓർബിറ്റലാണെങ്കിലോ n = 4 ആണ്. f ഓർബിറ്റലായതുകൊണ്ട് l = 3 ആണ്. റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 - 3 - 1. അപ്പോൾ എന്ത് വരും? വീണ്ടും 0. ആംഗുലർ നോട്ട്സ് 3 തന്നെ, l തന്നെയാണ്. ടോട്ടൽ നോഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n-1, അതായത് 4 - 1 ദാറ്റ് ഈസ് = 3. ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കുറച്ചുകൂടി ആംഗുലർ നോട്ട്സിനെ റേഡിയൽ നോട്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളവർക്ക് ഈ നോട്ടൊന്ന് വായിച്ചു നോക്കാം. ആംഗുലർ നോട്ട്സ് ആൻഡ് റേഡിയൽ നോട്ട്സ് ആർ ടൈപ്സ് ഓഫ് നോട്ട്സ് ഫൗണ്ട് ഇൻ വേവ് ഫംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷനിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് നോട്ട്സാണ് ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും. ആംഗുലർ നോട്ട്സ് ആർ ലൊക്കേറ്റഡ് അലോങ് സ്പെസിഫിക് ആക്സസ് ഓർ പ്ലെയിൻസ് ഇൻ എ 3-dimensional സ്പേസ്. ഒരു 3-dimensional സ്പേസിൽ നമ്മുടെ ആക്സിസിൽ കൂടെയോ അല്ലെങ്കിൽ പ്ലെയിനിൽ കൂടെയോ കാണപ്പെടുന്ന നോട്ട്സിനെയാണ് നമ്മൾ ആംഗുലർ നോട്ട്സ് എന്ന് പറയുന്നത്. വേർ ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് 0. അവിടെ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത 0 ആയിരിക്കും. സച്ച് ആസ് ദി നോഡൽ പ്ലെയിൻസ് ഇൻ പി, ഡി ഓർ എഫ് ഓർബിറ്റൽ. പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റലിലൊക്കെയാണ് ഈ ടൈപ്പ് നോട്ട്സ് കാണുന്നത്. ഇനി റേഡിയൽ നോട്ട്സ് ഓൺ ദി അതർ ഹാൻഡ് ആർ സ്ഫെറിക്കൽ സർഫസസ്. സ്ഫെറിക്കൽ സർഫസസ് ആണ് റേഡിയൽ നോട്ട്സ്. ദി പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് 0 ആൻഡ് ആർ ഫൗണ്ട് ഇൻ എസ്, പി, ഡി ഓർ എഫ് ഓർബിറ്റൽസ്. അവിടെയും എന്താണ്? ഈ നോട്ട്സിലെല്ലാം ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആണ്. ഇൻ സമ്മറി, ആംഗുലർ നോട്ട്സ് ആർ സ്പെസിഫിക് സ്ട്രെയിറ്റ് ലൈൻസ് ഓർ പ്ലെയിൻസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആംഗുലർ നോട്ട്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് സ്ട്രെയിറ്റ് ലൈൻസോ പ്ലെയിൻസോ ആകാം, വേർ ദി ഇലക്ട്രോൺ പ്രോബിലിറ്റി 0. വേർ ആസ് റേഡിയൽ നോട്ട്സ് ആർ സ്പെറിക്കൽ സർഫസസ്. റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് സ്പെറിക്കൽ സർഫസസ് ആണ്, വേർ ദി ഇലക്ട്രോൺ പ്രോബിലിറ്റി 0. ഇലക്ട്രോൺ പ്രോബിലിറ്റി 0 ഉള്ള സ്പെറിക്കൽ സർഫസസിനെയാണ് നമ്മൾ റേഡിയൽ നോട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡയഗ്രം കൂടി ഇവിടെ തരാം. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകണമെന്നുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ ആൻസർ ചെയ്യുന്നതിന് നമുക്ക് ആ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും കണ്ടുപിടിക്കാനുള്ള ആ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ വായിക്കാനുള്ളവർ, ഒന്ന് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഇതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.